ഖുർആനിലെ സൂറത്തു ആല ഇമ്രാനിലെ 100-ാമത്തെ ആയത്ത്, അയ്യുഹല്ലദീന ആമനൂ ഇൻ തുതിഉ ഫരീഖൻ മിനല്ലദീന ഊതുൽ കിതാബ് യറുദ്ദൂകും ബഅദ ഈമാനികും കാഫിരീൻ. സത്യവിശ്വാസികളെ, ഇൻ തുതിഉ ഫരീഖൻ മിനല്ലദീന ഊതുൽ കിതാബ്, അഹ്ലു കിതാബിൽപ്പെട്ട കിതാബ് നൽകപ്പെട്ട ജൂതന്മാരായ ആളുകളെ നിങ്ങൾ പിൻപറ്റിയാൽ, അവർക്ക് നിങ്ങൾ വഴിപ്പെട്ടാൽ, യറുദ്ദൂകും, അവർ നിങ്ങളെ മടക്കിക്കൊണ്ടുപോകും, ബഅദ ഈമാനികും, നിങ്ങൾ വിശ്വസിച്ച ശേഷം, നിങ്ങൾ മുഅ്മിനീങ്ങളായ ശേഷം പിന്നെയും അവർ നിങ്ങളെ തിരിച്ചു മടക്കിക്കൊണ്ടുപോകും, കാഫിരീൻ, കുഫറിലേക്ക് തന്നെ, കാഫിരീങ്ങളായിട്ട് തന്നെ നിങ്ങൾ അവർ മടക്കിക്കൊണ്ടുപോകും. അവർക്ക് നിങ്ങൾ വഴിപ്പെട്ടാൽ അവർ നിങ്ങളെ പ്രയത്നിക്കും. ഈ ആയത്ത് ഇറങ്ങാനൊരു കാരണമുണ്ട്. സബബുൽ നുസൂൽ എന്നൊക്കെ പറയില്ലേ നമ്മൾ. ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം കേട്ടാൽ നിങ്ങൾക്കൊന്നുകൂടെ വ്യക്തമാകും. മദീനയിൽ 2 വിഭാഗമുണ്ടായിരുന്നു, ഔസ് ഖസ്റജ് ഗോത്രക്കാർ. ഇവർ നൂറ്റാണ്ടുകളായി പരസ്പരം കലഹിച്ചും യുദ്ധം ചെയ്തും രക്തമൊഴുക്കിയും കൊന്നും കൊലവിളിച്ചും പരസ്പരം ഒരു നിലക്കും യോജിക്കൂല എന്നുറപ്പിച്ച ഒരു വിഭാഗമായിരുന്നു. 2 വിഭാഗങ്ങളായിരുന്നു. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അവരെ യോജിപ്പിച്ചത്. അങ്ങനെ അവര് ആഹാബൈനഹുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ഇടയിൽ സാഹോദര്യമുണ്ടാക്കി. ഔസിൽപ്പെട്ട ഒരാൾ ഖസ്റജിൽപ്പെട്ട ഒരാളുമായി ജ്യേഷ്ഠാനുജ ബന്ധം പോലുള്ള ബന്ധമായി മാറി. അത്രയും അവർ ഐക്യപ്പെട്ടു. കളെ ഏൽപ്പിക്കുന്നൊന്നല്ല. ആ സമയത്ത് ഒരു ദിവസം ഔസ് ഖസ്റജ് ഗോത്രങ്ങളിൽപ്പെട്ട 2 സഹോദരങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കൂടെ ഒരാളുണ്ട്, സ്വാഭിയല്ല, അവരുടെ കൂടെ യഹൂദി ഉണ്ടായി, സുഹൃത്തുക്കളാവാം. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഹൂദി ജൂതനൊരു പണിയെടുത്തു. ഇവരുടെ പഴയ കാല സംഭവങ്ങളിൽ ഇങ്ങനെ മാന്താൻ തുടങ്ങി. ഔസും ഖസ്റജും പരസ്പരം ഫൈറ്റ് ചെയ്തിരുന്ന കാലത്തുള്ള ചില കാര്യങ്ങൾ ഈ ജൂതൻ ഇങ്ങനെ പറഞ്ഞ് അത് ഇങ്ങനെ തിരുമകയറ്റി. അപ്പൊ പിന്നെ ഇവരങ്ങനെ ആ വിഷയം സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഇവനതിനിങ്ങനെ 2 ആൾക്കും കയറ്റി കൊടുക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഇവര് നേതാവുണ്ടല്ലോ മറ്റേ ആൾ, അവര് സാക്ഷാൽ ഇബ്ലീസുൽ ലഈൻ, അവൻ പണിയെടുത്തു. ഇവരുടെ ഇടയിൽ തർക്കം മൂത്തു. അവർ 2 ആളും ആയുധമെടുത്തു. അവർ യുദ്ധം ചെയ്യാൻ തയ്യാറായി എന്ന് മാത്രമല്ല, ഒരാൾ അയാളുടെ കബീലയെയും മറ്റേ അയാളുടെ കബീലയെയും വിളിച്ചു. 2 വിഭാഗവും അവരുടെ ആളുകളെ വിളിച്ചു. സൊഫ് കെട്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി 2 ഭാഗത്തും സൊഫായി അണിയായി യുദ്ധക്കളത്തിൽ നിൽക്കുന്നത് പോലെ നിന്നു അവർ. റസൂലുള്ളാഹി തങ്ങൾ വിവരമറിഞ്ഞു. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 വിഭാഗത്തിന്റെയും ഇടയിൽ പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പ്രാവശ്യം നടന്നു. ഇവരെടുത്ത് ചെല്ലുന്നു, അവരോട് കുറെ സംസാരിക്കുന്നു, തിരിച്ചു ഇവരെടുത്ത് വരുന്നു, സംസാരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് റസൂലുള്ളാഹി തങ്ങൾ മസ്ലഹത്താക്കി ആയുധങ്ങൾ അവർ ദായ വെച്ചു. കഷ്ടപ്പെട്ടു പോയി റസൂലുള്ളാഹി തങ്ങൾ അവരെ മസ്ലഹത്താക്കാൻ വേണ്ടി. ഇങ്ങനെ സാഹോദര്യം ഉണ്ടാക്കിയ ശേഷം ആരവിടെ പണിയെടുത്തത്? ഇവനാണ്, ഈ ജൂതൻ. ഇവൻ പഴയ കാലത്തെ വ്രണം മാന്തി ഇവരെ പരസ്പരം കലഹത്തിന്റെ വക്കിൽ. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇൻ തുതിഉ ഫരീഖൻ മിനല്ലദീന ഊതുൽ കിതാബ്, കിതാബ് നൽകപ്പെട്ട ആളുകൾ ജൂതന്മാരുണ്ടല്ലോ, അവർക്ക് നിങ്ങൾ വഴിപ്പെട്ടാൽ യറുദ്ദൂകും ബഅദ ഈമാനികും കാഫിരീൻ, അവർ നിങ്ങളെ കുഫറിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. വിശുദ്ധ ഖുർആൻ. ഈ ആയത്തും ഈ സംഭവമാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ അങ്ങനെ ഓർമ്മ വന്നത്.